ഹലോ ഗായ്സ്, ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഒരാളിപ്പോൾ പുറത്ത് പോയി വന്നിട്ടുണ്ട്. ഇനി പറയുന്നത് ഞാനല്ല എന്ന് കേൾക്കണ്ട കേട്ടോ. ഞാനിതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാളെങ്ങനെ കാണിച്ചു തരാം. മറ്റേ ഈ ജ്വല്ലറീൻ്റെ പരസ്യം എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരാൾ കണക്കത്തിരിക്കുന്നുണ്ട്. ഓ, ഇംഗ്ലീഷൊക്കെ കാണൂ. അതെ, ഒരു കാര്യം ചോട്ടെ. ഇപ്പോ ജസിമോളെ മേല്, അതായത് ശരീരത്ത് എത്ര പവൻ അല്ല എത്ര പൈസയുടെ മുതലുണ്ട്? പറ, പറ ഗൈസ്. കണ്ട ഗൈസ്, ആ കൈത്തല കൂടി ഇപ്പൊ തൂങ്ങിപ്പോവും. അതൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാന് പിന്നെ കൊയിലാണ്ടി പോയ സമയത്ത് ഇവിടെ അളമാറയിൽ വെക്കുന്നത് സേഫ് അല്ല എന്നുള്ളത് കൊണ്ട് എടുത്തിട്ടതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് സംശയം ഉണ്ടെങ്കിൽ ആർക്ക് ചോദിച്ചാലും ഞാൻ കാണിച്ചു തരും. ഇത് കാണിച്ചില്ല, അങ്ങനെ ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരും. എനക്കെന്തെങ്കിലും സംശയമോ ഇതിന്റെ മുള്ളുണ്ടാവുമല്ലോ. അങ്ങനെ കാണില്ല. ഓ, കൂട്ടിക്കോ. 1.25, 1.5. അപ്പൊ കൂട്ടാൻ അറിയില്ലേ? 1.25, 1.5, 1.5, 2.25, 2.25, 4, 4.5, 6.25, 4, 4, 4, 5, 4, 1.5, 5, 6, 5, 6, 1.25 അല്ലോ ഒറ്റ. അപ്പോ 7.25, 2, 9.25, പിന്നെ 1, 10.25, 1, 11.25, 1.25, 11, 12, 13 ഭാഗം കൂട്ടിക്കോ. 3.25, 13.25, പിന്നെ ഒരു 3.5. 13, 3, 16, 17 പാവ എല്ലാം കൂടി ഉണ്ടല്ലേ. മൂക്കുത്തി എല്ലാം കൂടി കൂട്ടിട്ട് മൂക്കുത്തി ഡയമണ്ട്. അതിവിടെ ഞാൻ കൊയിലാണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സേഫ് അല്ലല്ലോ, ഇപ്പോഴത്തെ കാലം നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ എന്താക്കി, എടുത്ത് കഴുത്തിലേക്ക് എടുത്തിട്ടു എന്നുള്ള. ഇതിവൻ ഇങ്ങനെ ചളമാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് സംഭവം ഒന്നിൻ്റെതും ഒന്നിൻ്റെ മോളുടേതുമാണ്. ഇത് ഞാനും ഇവനും കൂടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കണ്ടനുള്ളത്. ഇത് മറ്റേ മോതിരം പൊതുവെ 2 എണ്ണായി ഉണ്ടാറ്. ഇതൊന്ന് വെറുതെ അവിടെ കിടന്നപ്പോൾ വെറുതെ നശിച്ചു പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി ഞാൻ 1 പവനോ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, എന്നാലും അങ്ങനെ കിടക്കട്ടെ, അതാ നല്ലത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, രണ്ടും കൂടി 1 പവനിലാവൂല എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് പെയിന്റ് ഗൈസ്. ആരോ വരയ്ക്കുന്ന പെയിന്റ് കഴുത്ത് തൂങ്ങി പോണ്ടോ അത് നാളെ തന്നെ. ഗൈസ്, ആർക്കെങ്കിലും കൊട്ടേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനും പകുതിയാക്കാം. ആദ്യം നിന്നെ കൊട്ടേഷൻ അടിക്കാതെ നോക്കിയാൽ നിന്റെ അത്ര അതിനകത്തൊന്നുമില്ല. നിന്നെ കൊട്ടേഷൻ അടിക്കാതെ നോക്കിയാൽ നിനക്ക് പാത്തുവിന്റെ കൈമിലും ഗോൾഡ് ഉണ്ട് ഗൈസ്. ഇത് കൈക്ക് മാത്രല്ല. അപ്പൊ ഇതാണ് ജിസ്മോളെ ഗോൾഡ്. പലരും പരാതി പറയാറുണ്ട്, ഞാൻ ഇത്രയും കാത് കുത്തിയിട്ട് ഈ അറ്റത്തുള്ള കമ്മൽ ഇടുന്നില്ല എന്നുള്ളൊരു പരാതി. അപ്പം ഞാൻ ഇന്ന് അവിടെ കുത്തിരി, ഞാൻ പറഞ്ഞില്ലേ കൊയിലാണ്ടി പോയിട്ട് മോനും ഇല്ല ഇവിടെ, മോളും ഇല്ല ഇവിടെ, ഓനും ഇല്ല. ഓനുണ്ടെങ്കിൽ കള്ളരെ ഏൽപ്പിച്ച് പോയാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയുന്ന ഒരു സാഹചര്യമല്ലേ. 60 അങ്ങാനില്ലേ എൻ്റെ 2 കമ്മല ഗൈസ് വീണു പോയത്. ഞാൻ എന്താ ചെയ്യാന്നറിയോ, നല്ലോണം സേഫായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കും. ഉണ്ടാവും. ആ സേഫ് ആയിട്ട് എവിടെ വെക്കുന്നുള്ളത് മറ്റേ അത് തപ്പിയാ കിട്ടും. പക്ഷെ തപ്പാൻ നിക്കാത്തതിന്റെ കാരണം എന്താ പറയാ ഗൈസ്, തപ്പിക്കഴിഞ്ഞാല് എല്ലാം കൂടി വലിച്ച് വാരിടും. ചിലപ്പോ അത് ഇവിടെ തന്നെ പോയി പോകാൻ സാധ്യതയില്ല. ഒരു സിനിമയിലില്ലേ മറ്റേ എന്താ അത് ഇങ്ങനത്തെ മോഡൽ എങ്ങാനല്ലോ, ഇങ്ങനത്തെ മോഡല് ഹരിഹര നഗറിൽ എങ്ങാനുണ്ടല്ലോ, ജഗദീഷ് പറയുന്ന ഒരു കാര്യമോ, നമ്പർ പാസ്വേഡ് അറിയുന്നതിന് ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് ആ സാധനം എന്തായാലും ഒരാൾക്ക് കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം പണയം വെക്കാനോ പറ്റൂല. അതിന്റെ കാർഡ് വേണം, ഡയമണ്ട് ആണ്. പിന്നത്തെ കാര്യം അത് വിറ്റ് കഴിഞ്ഞാൽ
അത്ര പൈസയും കിട്ടൂല. 18 ക്യാരറ്റ്. ആ അപ്പൊ അത് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. കാർഡ് ഇവിടെ സാധനം ഇടയുള്ള ഒരു പിടുത്തമല്ല. എങ്ങനെ ആർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. അത് നിങ്ങളൊക്കെ എൻ്റെ എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സംഭവം താഴെ ഇങ്ങനെ ഒരു കോല് പോലെ ഇവിടെ ഒരു റൗണ്ടിൽ മുമ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. അതിന് വലിയ വെയിറ്റ് ഇല്ല. അത് മുക്കാ പോനൊക്കെ ഇട്ടെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പൊങ്ങച്ചം മടിക്കുകയല്ല കേട്ടോ ഗൈസ്. നമ്മൾ നയിച്ചുണ്ടാക്കിയത് നമുക്ക് കുറച്ച് പൊങ്ങച്ചടിക്കുന്നതിനൊന്നും വിരോധമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേതാ ഷർട്ട്? ഞാൻ കണ്ടില്ലല്ലോ അതുവരെ. ഞാനും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. മതി. എന്നിട്ട് ഇതിന്റെ മുകളിലൊക്കെ പെയിന്റാണ് ഗൈസ്. എന്നിട്ട് എൻ്റെ 2 കമ്മല് വീണ് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ മെല്ലെ എടുത്തിട്ടതാണ്. ഇനി ഇതുകൂടി ഇത് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും. അതാണ് ഇതിന്റെ സ്വഭാവം. ഞാൻ നല്ലോണം സേഫ് ആയിട്ട് വെക്കല. ആ സേഫ് എടാന്നുള്ളത് പക്ഷെ ഈ വെക്കുന്ന സ്ഥലം എനിക്കറിയെങ്കിൽ ഞാനാ എടുത്തുണ്ടോ, എനിക്കും അറിയില്ല. അതാ പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എവിടെയാ വെച്ച് പക്ഷെ പിന്നെ കിട്ടുമ്പോ കിള്ളാണെമ്പോ കിട്ടും. അത്രേ ഉള്ളൂ. പാത്തൂന്റെ സാധനം പോയാട്ടില്ലേ, അത്രേ കിട്ടുള്ളൂ. ഓൾറെഡി ഒരിക്കൽ റിസോർട്ട് കമ്മല് വീണിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും എനിക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് എനിക്കുള്ളത് കിട്ടും. അത്ര മാത്രം. ഈ മോതിരം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ അങ്ങനെ ഇടാറില്ല. ഇനി ഒന്നുകൂടി ഉണ്ട്. അത് ഇവനും ഊരി വെച്ചിട്ട് ഞാനും ഊരി വെച്ചിട്ട് അത് ഡയമണ്ടിൻ്റെ അതാ. ഇത് ഡയമണ്ട് അല്ല കേട്ടോ. ഇതൊക്കെ മലബാർ ഗോൾഡ് എന്നാണ് ഞാൻ മിക്ക ഗോൾഡും മേടിക്കുന്നത്. എൻ്റെ ഗോൾഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ലെയർ മാലയൊക്കെ കണ്ടില്ലേ. അപ്പോൾ മലബാർ ഗോൾഡ് എന്നാണ് മേടിക്കാറ്. അപ്പോൾ അവിടെ ഓരോരോ കളക്ഷൻ കാണുമ്പോൾ കയ്യിലുള്ള പൈസ എടുത്ത് വാങ്ങും. അന്നപ്പോൾ ഞാൻ വിചാരിക്കും വാങ്ങണ്ടില്ല, ഇനി എന്തിനു വാങ്ങിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറം ഇങ്ങോട്ട് ചിന്തിക്കുന്ന സമയത്ത് വിചാരിക്കും കുറച്ചും കൂടി 38-35 സ്വർണ്ണം അവൻ്റെ കയ്യിലുള്ളത്. ഇപ്പൊ അതിന് ഡബിളായി. അതുണ്ടല്ലോ എൻ്റെ പാദസരം ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കിയിട്ട് പാദസരം അങ്ങനെ ആരും വ്യക്തമായിട്ട് കണ്ടിട്ടില്ലതാ. ഇതാണ് പാദസരം. അപ്പോൾ ഈ പാദസരം ഉണ്ടാക്കുന്ന സമയത്ത് ഷൗക്കത്ത് പറഞ്ഞെങ്കിൽ 4 പവനുണ്ട് അടിപൊളിയിൽ ഉണ്ടാക്കാമെന്ന്. ഞാൻ എൻ്റെ 3 പവൻ്റെ പാദസരം കൊടുത്തിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഷൗക്കത്ത് പറഞ്ഞ് 4 പവനാണ് നല്ല കാഴ്ചയിൽ നല്ല അടിപൊളിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൗക്കത്ത് 4 പവൻ ഒരു പവനൊന്നും എന്നെ കൊണ്ട് കൂട്ടാനാവില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് 40 രൂപ ഉള്ള സമയത്താണ്. അങ്ങനെ അരപ്പവൻ കൂട്ടി ഷൗക്കത്ത് 3 ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ വിചാരിച്ചു 4 ആക്കിയാൽ മതിയായി. ഇപ്പം എന്ത് വിലയാ പൊന്നിന്. അതേപോലെ അബദ്ധം ഗൾഫിൽ പോകാണ്ട് 2 കൊല്ലം കഴിഞ്ഞ് വരും കേട്ടോ. കൊണ്ടുവരാൻ അല്ല ഇതൊക്കെ അടിച്ചോണ്ട് പോവാന്. അങ്ങനെയാണ് കാര്യം. എന്തിന് എൻ്റെ കൈമലുള്ള ഈ ഒരു മോതിരണ്ടല്ലോ 8 രൂപക്ക് കണ്ടുണ്ടാക്കിയ മോതിര. ഞങ്ങളെ കൊയിലാണ്ടിലെ ശ്രീദേവി ശ്രീദേവി അല്ല തീയന. ശ്രീദേവിന്റെ വാല്. കൊയിലാണ്ടിയുള്ള ശ്രീദേവിന്റെ വാലാട്ടോ, ആനയുടെ. അപ്പൊ ഗായ്സ് ഇതാണ് കാര്യങ്ങൾ. ബൈ പറഞ്ഞേ. പ്രതീക്ഷിക്കാത്തൊരു ബൈ.